KSRTC ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ്. കാർഡിന്റെ വില 100 രൂപയാണ്. നിങ്ങൾക്കിപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ചില്ലറയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? കണ്ടക്ടർമാർ 2 രൂപയ്ക്കും 3 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ചില്ലറ ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവാറില്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം. പിന്നെ പൈസയ്ക്ക് പകരം നമുക്കിപ്പോൾ പൈസ കൊടുക്കാൻ അപ്പോൾ സമയത്ത് ഉണ്ടാവില്ല, നമുക്ക് കാർഡ് കാണിച്ചാൽ മതി. കാർഡ് വേണം. KSRTC ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ്. കാർഡിന്റെ വില 100 രൂപയാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മളിപ്പോൾ എത്ര രൂപയ്ക്ക് വേണേൽ റീചാർജ് ചെയ്യാം. 50 തൊട്ട് എത്ര രൂപയ്ക്ക് വേണേലും ഇത് റീചാർജ് ചെയ്യാം. പിന്നെ തീരുമ്പം ഏത് ബസ്സിലാണോ കയറുന്നത് ആ ബസ്സിലെ കണ്ടക്ടറെ കൊടുത്താൽ അത് റീചാർജ് ചെയ്ത് തരും. അങ്ങനൊന്നുമില്ല. ഇത് നമുക്കിപ്പോൾ പൈസ തീരുന്നിടം വരെ, ആ പൈസ തീരുന്നിടം വരെ ഈ കാർഡ് ഉപയോഗിക്കാം. ബസ്സിലെ കണ്ടക്ടർമാരാണ് റീചാർജ് ചെയ്ത് തരുന്നത്. സ്ഥിരമായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും 30 ദിവസം യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ നമുക്ക് ഈ ചില്ലറയുടെ പ്രശ്നം വലുതായിട്ട് വരുന്നുണ്ടല്ലോ. 2 രൂപ 1 രൂപ കണ്ടക്ടറിലും ഉണ്ടാവില്ല, ഈ വരുന്ന യാത്രക്കാരുടെയിലും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഇത് ഈ കാർഡാണ്. വഴക്കം ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് വഴക്കം ഉണ്ടാവാറുണ്ട്. ബാലൻസ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അപ്പോൾ ഉണ്ടാവത്തുമില്ല. അപ്പോൾ അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ എല്ലാവരും കാർഡ് മേടിച്ചാൽ ഞങ്ങൾക്ക് സൗകര്യം, അവർക്ക് സൗകര്യം. കാർഡ് വേണോ? KSRTC ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ്. ഈ കാർഡിന്റെ വില 100 രൂപയാണ്. അപ്പോൾ ഇത് സാറ് മേടിക്കാവോ? ഇത് യാത്രയ്ക്ക് നമുക്ക് ഓക്കെ സാർ ഈ KSRTC ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ്. കാർഡിന്റെ വില ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ്. കാർഡിന്റെ വില 100 രൂപയാണ്. കാർഡ് വേണം. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ടിക്കറ്റിന് ചില്ലറയൊക്കെ ഇല്ല എന്നുള്ളൊക്കെ പ്രശ്നമൊക്കെ വരാറില്ലേ? അപ്പോൾ നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഈ കാർഡ് എല്ലാം ഉണ്ട്. ചില്ലറ ഈ 2 രൂപയ്ക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നം വരാറില്ലേ? 2 രൂപ കൊടുക്കാനില്ല എന്നുള്ളത്. അപ്പോൾ സാറൊരു കാർഡ് എടുക്കുവാണെങ്കിൽ വലിയ ഉപകാരം. അപ്പോൾ മാത്രമല്ല ഈ വീഡിയോയിൽ എടുക്കുന്നത്. എനിക്കിപ്പോൾ സാറൊരു കാർഡ് എടുക്കുവാണെങ്കിൽ കാർഡിൻ്റെ വില 100 രൂപയാണ്. ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കണ്ടക്ടർമാർ ചില്ലറ തരുന്നൊരു പ്രോബ്ലം ഇല്ലേ? അപ്പോൾ ആ പ്രോബ്ലത്തിനൊരു പരിഹാരമാവും. പിന്നെ നിങ്ങൾ വീട്ടിലൊക്കെ പൈസ ഇല്ലാതെയൊക്കെ വരുമ്പോൾ ഒരാൾക്ക് പൈസയുണ്ട്, അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് റീചാർജ് ചെയ്തിട്ടാൽ അത് വലിയ ഉപകാരമാവും. അപ്പോൾ ഒരു കാർഡ് എടുക്കാമെങ്കിൽ വലിയ ഉപകാരം. റീചാർജ് ചെയ്യുന്നത് നമ്മൾ കണ്ടക്ടർമാർ തന്നെ റീചാർജ് ചെയ്യുന്നത്. ബസ്സിൽ പൈസ കൊടുത്താൽ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് കാർഡ് കൊടുത്താൽ കാർഡ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നല്ലോണം പോയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാമോ? എവിടെയും പോവാം. താങ്ക് യു. റീചാർജ് ചെയ്തിട്ടില്ല. ഇത് കാർഡിന്റെ വിലയാണ്. പറ്റും. ചെയ്യട്ടെ? എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണ്ടേ? 1000. ഇല്ല, KSRTC കുറ്റം പറയില്ല. എല്ലാ കണ്ടക്ടർമാർക്കും ഇല്ല, എല്ലാ കണ്ടക്ടർമാർക്കും ഇതെല്ലാം അറിയാം. ഈ കാർഡുണ്ട് കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യാം. പൈസ വേണ്ട, കാർഡ് മതി. ഈ കാർഡിന്റെ വില 100 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടക്ടർമാർ ചില്ലറ തരുന്നില്ല എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ലേ? സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചില്ലറയൊക്കെ തരാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കാർഡുമായിട്ട് യാത്ര ചെയ്താൽ നമുക്ക് അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ടാവാതൊക്കെ ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിക്കാം. താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ ബസ്സിൽ ഈ അല്ലാതുള്ള ടൂർ യാത്രകൾ ചെയ്യാറുണ്ട്. ഞാൻ തൊട്ട് അടുത്ത സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് എനിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നല്ല ടിക്കറ്റിനുണ്ടല്ലോ, 10 രൂപ ടിക്കറ്റ് എടുക്കാമല്ലോ. ഇത് എടുത്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങ മോനൊക്കെ പറഞ്ഞു പറ്റും, എല്ലാവർക്കും പറ്റും. ഓർമ്മ എടുത്തിട്ട് 200 രൂപ ചാർജ്. അപ്പൊ അങ്ങനെ ചെയ്തവരെ മോനെ കൊടുത്തു വിടാമല്ലേ? ആർക്ക് വേണമെങ്കിലും ഇത് കാർഡ് കൊണ്ടുപോകാം. കൊച്ചുങ്ങൾക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം.